നെഹ്റു ട്രോഫി സ്വന്തമാക്കാൻ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇത്തവണ കളത്തിലിറങ്ങുകയാണ് നാട്ടകം ബോട്ട് ക്ലബ്ബ്. നിരവധി തവണ കപ്പിനും ചുണ്ടിനുമിടയിൽ ട്രോഫി നഷ്ടമായെങ്കിലും ഇത്തവണ കപ്പ് നേടാൻ ആകുമെന്ന പ്രതീക്ഷയിലാണ് ചെറുതന ചുണ്ടനിൽ മത്സരിക്കുന്ന ക്ലബ്ബ്. ഇന്ത്യൻ കോച്ച് ബാബു ജോൺ, ലീഡിംഗ് ക്യാപ്റ്റൻ റോച്ച സി മാത്യു എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശീലനം പുരോഗമിക്കുന്നത്. എന്തായാലും നെഹ്റു ട്രോഫിയുടെ ആവേശം അങ്ങ് ആലപ്പുഴയിൽ മാത്രമല്ല, ഇങ്ങ് കോട്ടയത്തുമുണ്ട്. കോട്ടയത്തും വിവിധ ക്ലബ്ബുകൾ ഇത്തവണ കപ്പടിക്കാൻ വേണ്ടിയുള്ള വലിയ തയ്യാറെടുപ്പുകളിലാണ്. ഞാനിപ്പോൾ ഉള്ളത് നാട്ടകം ബോട്ട് ക്ലബിന്റെ ടീമിനൊപ്പമാണ്. അതിന്റെ സെക്രട്ടറി, ലീഡിംഗ് ക്യാപ്റ്റൻ, ഒപ്പം തന്നെ കോച്ചൊക്കെ നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. സെക്രട്ടറിയാണ് ആദ്യം ചേരുന്നത്. ചേട്ടാ, വലിയ പ്രതീക്ഷയിലായിരിക്കും നിങ്ങൾ അല്ലേ? വലിയ പ്രതീക്ഷയിലാണ്. 10 വർഷങ്ങൾക്ക് ശേഷം ക്ലബ്ബ് ഒരു പുതിയ രൂപീകരണമായിട്ട് യുവതലമുറയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ വളരെ ശക്തമായ പരിശീലനത്തിലാണ്. ഇപ്രാവശ്യം കപ്പടിക്കുമെന്നുള്ള 100% വിശ്വാസത്തിലാണ്. ഇഞ്ചോടിഞ്ച് അവസാന നിമിഷമൊക്കെ കപ്പ് പോയ ചരിത്രമാണ് അല്ലേ? ഇത്തവണ അത് അവസാനം എന്താ ഫൈനലിൽ ഒരു കാലിടറുന്നു എന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് പരിഹരിക്കുക? അത് നമ്മൾ പുതിയ ഇപ്പം നമ്മുടെ ഇന്ത്യൻ ആർമി, അതായത് ഏഷ്യൻ ഗെയിംസിലെ കോച്ച് ബാബു ജോൺ സാറ്, പിന്നെ പുതിയ ലീഡിംഗ് ക്യാപ്റ്റൻ റോച്ച സി മാത്യു, ബാക്കി അതിൻ്റെ പരിശീലകരുണ്ട്. അവരെല്ലാം കൂടി നമ്മുടെ ഇത് ഫിനിഷിംഗ് ടച്ച് നമ്മൾ ക്ലിയറാക്കി ഇപ്രാവശ്യം നമ്മൾ ഫൈനലിൽ കപ്പടിക്കും. കോച്ച് ചേരുകയാണ്, കപ്പടിക്കും എന്നാണ് സെക്രട്ടറി പറയുന്നത്. എന്താണ് ഒരു ആത്മവിശ്വാസം? കപ്പെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നാട്ടകവും ചെറുതനയ്ക്കും നാട്ടകം പോർട്സ് 10 വർഷത്തെ ഗ്യാപ്പിൻ്റെ ഇടയ്ക്കാണ് അവരൊരു ടീമിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു നല്ലൊരു ടീം ലൈനപ്പുണ്ട്. ക്ലബിൻ്റെ സ്ഥാനത്ത് നല്ല സപ്പോർട്ടാണ്. വള്ളസമിതിയുടെ സ്ഥാനത്ത് നല്ല സപ്പോർട്ടാണ്. അതുകൊണ്ട് തവണ നല്ലൊരു പരിശീലനത്തിലുണ്ട്. ഞങ്ങൾ നല്ലൊരു റിസൾട്ട് നാട്ടകം ക്ലബിനും ചെറുതന കരയ്ക്കും കൊടുക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഈ വലിയ പ്രാക്ടീസാണ് അല്ലേ? കുറേ ദിവസമായിട്ട് ക്യാമ്പ് ചെയ്ത് തന്നെയുള്ള വലിയ പ്രാക്ടീസ്. അതെങ്ങനെയൊക്കെയാണ് അതിൻ്റെ പരിപാടികൾ? രാവിലെ മോർണിംഗ് സെക്ഷൻ വാമപ്പ് ചെയ്യും. അത് കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞൊരു 10 ദിവസം ലോങ് പ്രാക്ടീസ് ആയിരുന്നു. 12 കിലോമീറ്റർ, 15 കിലോമീറ്റർ, 20 മിനിറ്റ്, 25 മിനിറ്റ്, 30 മിനിറ്റ് അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് ഇപ്പോൾ ഷോട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള ക്ലബ്ബുകളൊക്കെ ഞങ്ങൾ വലിയൊരു ലൈൻ ക്യാമ്പല്ല ഇട്ടിരുന്നത്. ചെറിയ ക്യാമ്പിൽ നല്ലൊരു ടീമിനെ സെറ്റ് ചെയ്ത് നെഹ്റു ട്രോഫിക്ക് ശക്തമായ ഒരു ടീമിനെ ഉണ്ടാക്കി മറ്റുള്ള ക്ലബ്ബുകളെക്കാളും ശക്തമായി കളിച്ചൊരു കപ്പ് കരയിലേക്ക് കൊണ്ടുവരാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ലീഡിംഗ് ക്യാപ്റ്റൻ കൂടിയുണ്ട്. കപ്പ് അടിക്കുക എന്നുള്ളത് തന്നെയാണ് പ്ലാൻ അല്ലേ? തീർച്ചയായും. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ നാട്ടകത്തേക്ക് ആ വെള്ളിക്കപ്പ് കൊണ്ടുവരിക എന്നുള്ളൊരു ഉദ്യമത്തിലാണ് ഞങ്ങളിപ്പോൾ, അതിനുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ നടക്കുന്നത്. അഴകിൻ്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ചെറുതനയുടെ ഒരു തിരിച്ചുവരവ് കൂടിയാണ് ഈ ജലോത്സവത്തിൽ ഇത്തവണ ഈ നെഹ്റു ട്രോഫിയിൽ കാണുവാൻ കഴിയുക. അതിനുള്ള അശ്രാന്ത പരിശ്രമത്തിൽ ഏതാണ്ട് 10 ദിവസത്തോളമായി ഞങ്ങൾ രാവിലെയും വൈകിട്ടുമായി തുടരുന്ന പരിശീലനം ഇനിയൊരു 10 ദിവസം കൂടെ നീളും. ആ പരിശീലനം പൂർത്തിയാക്കി ഓഗസ്റ്റ് 22-ാം തീയതി ആ വെള്ളിക്കപ്പിൽ നാട്ടകം ബോട്ട് ക്ലബിന്റെ ചെറുതന മുത്തമിടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. നാട്ടുകാരുടെയൊക്കെ വലിയ പിന്തുണയുണ്ടോ? ഒരുപാട് ആളുകൾ? തീർച്ചയായും. ഞങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ്. പക്ഷേ ഈ നാട് ഞങ്ങളെ, ഈ നാടിൻ്റെ കണ്ണിലുണ്ണികളെ പോലെ ഞങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടുകളും ചെയ്തു തന്നുകൊണ്ട് നമ്മുടെ പരിശീലന സമയത്താണെങ്കിലും അല്ലാത്ത ഞങ്ങളുടെ താമസിക്കുന്ന സ്ഥലത്താണെങ്കിലും എല്ലാ കാര്യത്തിലും ഈ നാട് ഒന്നടങ്കം ഞങ്ങളോടൊപ്പം ചേർന്ന് ഈ വെള്ളപ്പൊക്കവും അതുപോലുള്ള ഈ പ്രളയത്തിൻ്റെയൊക്കെ വലിയ കെടുതികൾക്കിടയിലും നാടൊന്നടങ്കം ചേർന്ന് ഞങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ ഈ നാടിൻ്റെ ആവേശം കൂടെ ഞങ്ങളുടെ പരിശീലനത്തിന് കൂടുതൽ ഊർജ്ജം പകരുകയാണ്. എന്താണ് അവസ്ഥ? കപ്പടിക്കും ഇത്തവണ? എന്തായാലും അതാണ് സാഹചര്യം. ഇത്തവണ കപ്പടിക്കും. ചെറുതനയിലൂടെ നാട്ടകം ബോട്ട് ക്ലബ്ബ് കപ്പടിക്കും എന്ന് ഉറപ്പിക്കുകയാണ്. കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.